ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾക്കിവിടെ സുഖമായിട്ടിരിക്കണു. അപ്പോൾ ഞാനിന്നൊരു അടിപൊളി ഉരുളക്കിഴങ്ങും തൈരും വെച്ചിട്ടുള്ള ചോറ് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്കിത് കുറേ ടൈമൊന്നും വേണ്ട, വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് വെച്ചെങ്കിൽ അത്ര എടുക്കാം കേട്ടോ. അതുപോലെ 2 ചെറിയ സവാള എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനങ്ങനെ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സവാള അതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള തൈര് ഒരു പാത്രത്തേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറൊക്കെ ഓഫാക്കിയിട്ട് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതെടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യാതെയാണ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടും പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വേവിച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇതൊന്ന് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇവിടെ വെക്കണം കേട്ടോ. ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കുക ഒന്നും ചെയ്യണ്ട, നമ്മൾ ചോറ് വിളമ്പി വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് കൂട്ടിയിട്ട് ചോറ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ സവാളയും കൂടെ ഇട്ട് കൊടുത്ത് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലായിടത്തേക്കും തൈരിൻ്റെ ഈ കൂട്ടൊക്കെ എത്തുന്ന രൂപത്തിൽ നല്ല പോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇത്ര കഷ്ണങ്ങൾ വേണ്ട എന്നുള്ളവർക്ക് സവാളയും ഇതൊക്കെ കുറച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് അടിപൊളിയായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 1/2 സ്പൂണ് കസൂരി മേത്തിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കടയിൽ നിന്നൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. നമ്മുടെ മല്ലിയുടെ അല്ല ഉലുവൻ്റെ ഇലയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് വാങ്ങാൻ കിട്ടും കടയിൽ നിന്ന്. പിന്നെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഈ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണ്ട. ചെറിയ തീയിലിട്ടാൽ മതി കേട്ടോ. എണ്ണ മൂത്ത് വന്നാൽ പിന്നെ ചെറിയ തീയിലിട്ടാൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല പോലെ ഇട്ട് കൊടുത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മിക്സാക്കിയത് നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള ഈ തൈരിൻ്റെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിനൊരു മഞ്ഞ കളറൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ. പിന്നെ ഈ കസൂരി മേത്തിയുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ പാടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പം അത് കൂട്ടിയിട്ട് ചോറ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കഷ്ണാക്കിയിട്ട് വേവിച്ചെടുത്താലും മതി. ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങ് കഷ്ണാക്കാതെ ഒന്നങ്ങനെ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടും ചെയ്ത് എടുക്കട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം കൂട്ടിയിട്ട് തന്നെ നമുക്കൊരു ചോറ് വേണമെങ്കിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.